ശബരിമല വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയുടെ നിലപാടിൽ ബിജെപിയിൽ പൊട്ടിത്തെറി. ആത്മാഭിമാനമുള്ള ഒരു ബിജെപിക്കാരനും ഒത്തുതീർപ്പ് അംഗീകരിക്കാനാകില്ലെന്ന് വി. മുരളീധരൻ. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലാണ്. എനിക്ക് സംഘടനാ തലത്തിൽ പാർട്ടി തന്നിട്ടുള്ള ചുമതല ആന്ധ്രാപ്രദേശിൻ്റെയാണ്. അതുകൊണ്ട് കേരളത്തിലെ തീരുമാനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോടാണ്. അല്ല മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളൊക്കെ സംസ്ഥാന അധ്യക്ഷനോട് എനിക്ക് ആ തീരുമാനം എനിക്ക് വാർത്തകളിലൂടെയുള്ള വിവരമേ എനിക്കറിയാം. അല്ല, സുരേന്ദ്രനെതിരായ കേസുകൾ പിൻവലിക്കണമെന്നും ഈ സമരത്തിലൊരു ആവശ്യമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ടുണ്ടായ നീക്കമാണെന്ന് നമുക്ക് കരുതാൻ പറ്റും. നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPM-ഉമായിട്ട് ഒത്തുതീർപ്പ് നടത്താൻ ഒരു BJP സംസ്ഥാന അധ്യക്ഷനും സാധ്യമല്ല. ഇങ്ങനൊരു ഒത്തുതീർപ്പിന് BJP-യുടെ ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തകനും അനുവദിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ തീരുമാനം എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറയും. ഒരുപക്ഷെ ഈ സുരേന്ദ്രനെതിരായിട്ടുള്ള സമരം പാർട്ടി ഘടകങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല. കാരണം വെച്ചാൽ ഞാൻ പങ്കാളിയല്ലാത്ത ഒരു ഘടകത്തിൽ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പാർട്ടിയുടെ ആന്ധ്രാപ്രദേശിന്റെ ചുമതലയും പിന്നെ ബാക്കി കാര്യങ്ങൾ ഡൽഹി കേന്ദ്രമായിട്ട് ദേശീയയുടെ കണ്ണൂരിലുള്ള ആഹ്വാനവും അതിനുശേഷം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് ശബരിമലയിലെ സ്ഥിതിഗതികൾ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രീ നളിൻ കട്ടീലിനോടൊപ്പം ശബരിമലയിൽ സന്ദർശിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പോയി എന്നുള്ളത് ശരിയാണ്. വിവരങ്ങളുമായി പി.വി. കുട്ടൻ ചേരുന്നുണ്ട്. പി.വി. കുട്ടൻ, അതായത് ഇപ്പോൾ ബിജെപിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന് തന്നെ ഉള്ള സൂചനയല്ലേ ലഭിക്കുന്നത്? മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, ശ്രീധരൻപിള്ളയുടെ അഭിപ്രായത്തിന് എതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് മുരളീധരൻ. ആർക്കും ഒത്തുതീർപ്പിന് സാധിക്കില്ല ഈ ഒരു വിഷയത്തിൽ, ഒരു BJP-കാരനും ഒത്തുതീർപ്പ് അംഗീകരിക്കാനാകില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? പ്രിയ, സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ പൊട്ടിത്തെറിയിലേക്കാണ് BJP സംസ്ഥാന നേതൃത്വം, BJP കേരള ഘടകം മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നു. ഈ ശബരിമല വിഷയം വന്നതിന് ശേഷം കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാനത്തെ രണ്ട് വിഭാഗങ്ങളോടും, ശ്രീധരൻപിള്ള വിഭാഗത്തോടും അതുപോലെ വി. മുരളീധരൻ വിഭാഗത്തോടും ഒത്തുചേർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. അതിനൊടുവിലാണ് കെ. സുരേന്ദ്രനെ ജയിലിൽ സന്ദർശിക്കാനും സുരേന്ദ്രന്റെ കോഴിക്കോട്ടെ വീട് സന്ദർശിക്കാനും ശ്രീധരൻപിള്ള തയ്യാറായത്. എന്നാൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് എന്ന് വ്യക്തമാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നേതാക്കളുടെ പുതിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ശ്രീധരൻപിള്ള ഇന്നലെയാണ് ശബരിമലയിലെ സമരത്തിൽ നിന്നും BJP പിന്മാറുന്നതായും ഇനി സെക്രട്ടേറിയറ്റിലേക്കാണ് സമരം നടത്തുക എന്ന തീരുമാനം ഇന്നലെയാണ് ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ ജയിലിൽ കെ. സുരേന്ദ്രനെ സന്ദർശിക്കാനെത്തിയ വി. മുരളീധരനാണ് ശ്രീധരൻപിള്ളയുടെ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാഭിമാനമുള്ള ഒരു BJP പ്രവർത്തകനും അനുവദിക്കില്ല എന്ന വളരെ ശക്തമായ മുന്നറിയിപ്പാണ് വി. മുരളീധരൻ P.S. ശ്രീധരൻപിള്ളയ്ക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾ, ശ്രീധരൻപിള്ള ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സംബന്ധിച്ച് അദ്ദേഹം തന്നെ, സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിലപാട് വ്യക്തമാക്കണമെന്നുള്ള രൂക്ഷമായ അഭിപ്രായവും വി. മുരളീധരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കോഴിക്കോട് BJP-യുടെ സംസ്ഥാന നേതൃയോഗം നടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. യോഗത്തിനകത്ത് ശ്രീധരൻപിള്ളയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്നതിന് വേണ്ടി വി. മുരളീധരൻ വിഭാഗം തയ്യാറെടുത്തിരുന്നു. അത് യോഗത്തിനകത്ത് അത്തരമൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനു മുമ്പ് തന്നെ, യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വി. മുരളീധരൻ കടുത്ത നിലപാടുമായി, ശ്രീധരൻപിള്ളയ്ക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ ശബരിമല സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് P.S. ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു. സമരം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തതെന്നും ശ്രീധരൻപിള്ള. ശബരിമല വിഷയത്തിൽ സമരം ശക്തമാകുന്നതിന്റെ ഭാഗമാണ് ഇത്. BJP ശബരിമല സന്നിധാനത്ത് ഇതുവരെ സമരം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാൻ നയിച്ച എല്ലാ സമരങ്ങളും പൂങ്കാവനത്തിന് പുറത്താണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നു. കർമ്മസമിതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഒരു മാറ്റവുമില്ല. ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഞങ്ങളുടെ എക്സ്റ്റൻഷനാണ്, അജിറ്റേഷൻ്റെ എക്സ്റ്റൻഷനാണ്.
നിലവിലുള്ള സമരങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ പിന്മാറിയിട്ടില്ല. അതിൽ കൂടുതൽ മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പം അതിൻ്റെ ആസ്ഥാനത്ത് സമരം നടത്തണമെന്നുള്ളത് കൊണ്ടാണ് ഉപവാസ സമരവും 15 ദിവസ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. അതിനർത്ഥം നിലവിലുള്ള സമരങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചു എന്നുള്ളതല്ല. വീണ്ടും കുട്ടനിലേക്ക്. കുട്ടൻ, ശ്രീധരൻപിള്ളയുടെ വാക്കുകളാണ് കേട്ടത്. അതായത് നിലപാട് വീണ്ടും BJP അധ്യക്ഷൻ മാറ്റിയിരിക്കുകയാണ്, സമരം നിർത്തുന്നില്ല, സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പ്രിയ, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ദിവസം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പെട്ടെന്ന് തന്നെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധരൻപിള്ള. ഇന്ന് അദ്ദേഹം വീണ്ടും നിലപാട് മാറ്റി. ശബരിമല സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ശബരിമല വിഷയത്തിൽ സമരം ശക്തമാവുന്നതിന്റെ ഭാഗമാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാടില്ലാത്ത പ്രതികരണങ്ങളാണ് ശ്രീധരൻപിള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിലപാടുകൾക്ക്, അതായത് ശ്രീധരൻപിള്ളയുടെ ഇത്തരമൊരു നിലപാടില്ലായ്മയ്ക്കെതിരെയും ശക്തമായ എതിരഭിപ്രായം BJPക്കകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിന് ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പാണ് രാവിലെ വി മുരളീധരൻ നൽകിയിരിക്കുന്നത്. വൈകിട്ടത്തെ യോഗത്തിനകത്തും ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർത്താൻ തന്നെയാണ് വി മുരളീധര പക്ഷത്തിന്റെ തീരുമാനം. കാരണം അവർ ഏറ്റവും കൂടുതൽ പ്രകോപിതരായിരിക്കുന്നത് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്നൊരു വലിയ പരാതി വി മുരളീധര പക്ഷത്തിനുണ്ട്. വി മുരളീധരൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കെ സുരേന്ദ്രൻ. സുരേന്ദ്രൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കും. സുരേന്ദ്രനെ ജയിലിൽ കാണാൻ പോലും പോകാൻ ശ്രീധരൻപിള്ള തയ്യാറായിരുന്നില്ല. അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടതിന് ശേഷമാണ് ശ്രീധരൻപിള്ള സുരേന്ദ്രനെ കാണാൻ തയ്യാറായത്. അതുപോലെ തന്നെ സുരേന്ദ്രന്റെ വൺമാൻ ഷോ ആണ് സന്നിധാനത്തും ശബരിമലയിൽ നടന്നത് എന്ന അഭിപ്രായം ശ്രീധരൻപിള്ളയുടെ വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനെ വേണ്ട രീതിയിൽ ഗൗനിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ശ്രീധരൻപിള്ളയും MC രമേശും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു വിഭാഗീയത, കൃത്യമായ ഒരു ചേരിതിരിവ് വളരെ രൂക്ഷമായ രീതിയിൽ BJPക്കകത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ സംസ്ഥാന നേതൃയോഗം അതിന് അത്തരത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ RSSും അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് RSSന് വളരെ കൃത്യമായ ഒരു അജണ്ട നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ RSSന്റെ എല്ലാ കാലവും RSS സ്വീകരിക്കുന്ന വളരെ കൃത്യമായ ഒരു വർഗീയ അജണ്ടയായിരുന്നു RSS ശബരിമലയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ നിറമില്ലാതെ സംഘപരിവാറിന്റെ പ്രവർത്തകരെ സന്നിധാനത്തെത്തിച്ച് അയ്യപ്പ കർമ്മസമിതിയുടെ, ശബരിമല കർമ്മസമിതിയുടെ പേരിൽ സമരം നടത്തുക എന്നുള്ളതായിരുന്നു RSSന്റെ പദ്ധതി. അതിനൊരു രാഷ്ട്രീയ മുഖം നൽകാതെ വിശ്വാസികളാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് RSS പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ RSSന്റെ ഈ പദ്ധതി ആകെ അട്ടിമറിക്കുന്ന നീക്കമാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ സമരം തുടങ്ങി ഉടൻ തന്നെ സുരേന്ദ്രൻ, VV രാജേഷും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ പ്രത്യക്ഷമായി സമരത്തിൽ അണിചേരുകയും അവിടെ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. സുരേന്ദ്രനെയും രാജേഷിനെയും കൂടെ വന്ന അണികളാകട്ടെ അവിടെ ശബരിമലയിലേക്ക് വരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി എന്ന ഒരു വിലയിരുത്തലാണ് RSSനുള്ളത്. അതുപോലെ തന്നെ RSSന്റെ പദ്ധതി അട്ടിമറിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീധരൻപിള്ള കോഴിക്കോട്ട് നടത്തിയ വിവാദ പ്രസംഗമാണ്. തങ്ങളുടെ അജണ്ടയിൽ ഓരോരുത്തരായി വീഴുകയാണ് എന്നും ശബരിമലയിൽ തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള ശ്രീധരൻപിള്ളയുടെ പ്രസംഗവും RSSന്റെ കണക്കുകൂട്ടലുകളെ ആകെ തകിടം മറിച്ചു. ഈ രണ്ട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൂപ്പിന് അതീതമായി RSS ഈ രണ്ട് ടീമുകളോടും കടുത്ത അതൃപ്തിയിലുള്ളത്. നേരത്തെ തന്നെ RSS സുരേന്ദ്രനോട് വലിയ അടുപ്പമുണ്ടായിരുന്നില്ല, ശ്രീധരൻപിള്ളയോടായിരുന്നു താല്പര്യം. പക്ഷെ ശ്രീധരൻപിള്ളയുടെ വിവാദ പ്രസംഗം പുറത്തു വന്നതും അതുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന്, പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിന് നിരക്കാത്ത രീതിയിൽ ഓരോ ദിവസങ്ങളിലും അഭിപ്രായം മാറ്റി പറയുന്നത് കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു പരിഹാസ കഥാപാത്രം. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ BJP അധ്യക്ഷൻ തീരുമാനം പിന്നെയും മാറ്റിയിരിക്കുകയാണ്. തങ്ങൾ സമരം നിർത്തുകയല്ല, സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ സമരം നിർത്തുന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് ഓരോ ദിവസവും ഓരോ തീരുമാനം, ഓരോ അഭിപ്രായം. BJPയുടെ നിലപാട് മാറ്റം തന്നെയല്ലേ ഇതിലൂടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ ശ്രീധരൻപിള്ള പലതവണ നിലപാട് മാറ്റി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ കൂടി ഇച്ചിരി വെപ്രാളമായിട്ടുണ്ടോ എന്നൊരു സംശയം. ഏതാണ്ട് വലിയ ഒരു കേരളം മുഴുക്കി അങ്ങ് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അമിത സന്തോഷമായിരിക്കണം, കിട്ടും എന്ന് തോന്നിയിട്ടുള്ള സ്വപ്നം കണ്ടുകൊണ്ടുള്ള അമിത സന്തോഷമായിരിക്കണം. പക്ഷേ ഇന്നലെയൊക്കെ വന്ന റിപ്പോർട്ടുകള് BJP മലയിറങ്ങുന്നു എന്ന് തന്നെയായിരുന്നു. കാരണം ശബരിമലയിലെ സമരത്തിന് ഇനിയും പ്രസക്തിയില്ല. അവിടെ ഹൈക്കോടതിയുടേതായ നിയന്ത്രണം വരുന്നു.
ഹൈക്കോടതിയുടേതായ നിർദ്ദേശങ്ങൾ വരുന്നു, അത് പാലിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. മുൻ ജഡ്ജിമാരടങ്ങുന്ന ഒരു നിരീക്ഷക സംഘത്തെ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ നിരീക്ഷണത്തില് ആക്രമണമുണ്ടായാൽ വേറൊരു മാനമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നല്ല ബുദ്ധിയായിരുന്നു താനും. ശബരിമലയിൽ ഇനിയും സമരം നടത്തിയിട്ട് കാര്യമില്ല, സെക്രട്ടേറിയറ്റിൽ പക്ഷേ സമരം നിർത്താനും പറ്റില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെയും കടത്തിവിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അവിടെ ആ കൂടി പ്രശ്നം ഉണ്ടായത് ചില ആക്ടിവിസ്റ്റുകൾ വന്നപ്പോൾ മാത്രമാണ്. അവർ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടിയല്ല വന്നത്. പോലീസ് അവരെ തിരിച്ചയക്കുകയും സുരക്ഷിതമായിട്ട് തിരിച്ചയക്കുകയും ചെയ്തു. എന്നിട്ടും അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇതിന്റെയൊക്കെയും ഉത്തരവാദിത്വം BJPക്കും സംഘപരിവാറിനുമാണ്. പെട്ടെന്ന് സമരം നിർത്താനുമാവില്ല. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായിട്ടുണ്ട് BJP എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ BJPയിൽ ഇപ്പോഴും 2 ഗ്രൂപ്പുകളുണ്ട്. ശ്രീധരൻപിള്ള ഗ്രൂപ്പിനെതിരെ ആണ് മുരളീധരൻ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇരിക്കുന്നത്. ഇപ്പൊ സുരേന്ദ്രൻ അറസ്റ്റിലായപ്പോ തന്നെ സുരേന്ദ്രന് അനുകൂലമായിട്ടും ശ്രീധരൻപിള്ളയ്ക്ക് എതിരായിട്ടും ഒക്കെ പല നീക്കങ്ങളും ആലോചനകളും അടക്കിപ്പിടിച്ച സംസാരങ്ങളും BJPക്ക് അകത്തുണ്ടായി എന്ന കാര്യം നമുക്കറിയാം. ഇതൊക്കെ കൂടി BJPയെ ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു വേണം രാഷ്ട്രീയമായിട്ട് എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ ആകില്ല, BJP അധ്യക്ഷന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ല, ആത്മാഭിമാനമുള്ള ഒരു BJPക്കാരനെയും ഇത് അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് വി മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധ അഭിപ്രായങ്ങൾ BJPക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയല്ലേ? അതായത് BJPക്ക് കേരളത്തിൽ ഒരു ശക്തമായ നേതൃനിര ഇല്ല എന്നത് ഒരു വസ്തുത മാത്രമാണ്. ഇപ്പൊ ഒരു പ്രസിഡന്റിനെ കണ്ടെത്താൻ തന്നെ ദേശീയ നേതൃത്വം വളരെ ശക്തമാണ്. താനും ഇടപെട്ടിട്ട് പോലും എത്രയോ ആഴ്ചകൾ താമസിച്ചു ഒരാളെ കണ്ടെത്താൻ. അങ്ങനെ പല വിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന് തന്നെ ഒരു പിടിപ്പില്ലായിക അതിന്റെ സ്വതവേയായിട്ട് ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രസിഡന്റ് ചെയ്യുന്നത് മുൻ പ്രസിഡന്റായ മുരളീധരൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടും മികവോടുകൂടിയും ചെയ്യുമായിരുന്നു എന്നുള്ള ധാരണ. അദ്ദേഹത്തെ അനുകൂലിക്കാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആ പാളയത്തിൽ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അത് സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കാവുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് എങ്കിൽ പോലും ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരു സംഘർഷത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും ഇത് സഹിക്കാനും ഉൾക്കൊള്ളാനും അല്പം ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു. തീർച്ചയായും ഈ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുള്ളൊരു ഭിന്നിപ്പ് ഉടലെടുക്കാൻ പ്രധാന കാരണം കെ സുരേന്ദ്രന്റെ അറസ്റ്റും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും തന്നെയാണ്. ഒരു അഭിഭാഷകൻ കൂടിയായ ശ്രീധരൻപിള്ള കാര്യമായ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടില്ല. മാത്രമല്ല സുരേന്ദ്രനെ കാണാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നില്ല എന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് ഉടലെടുത്തിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഒരു ഭിന്നിപ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതെ, കെ സുരേന്ദ്രന്റെ പേരിൽ നടപടി ഉണ്ടായപ്പോൾ സംസ്ഥാന നേതൃത്വം ശ്രീധരൻപിള്ള, എനിക്ക് വ്യക്തിപരമായിട്ട് ശ്രീധരൻപിള്ള ഒരു നല്ല നേതാവായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും രാഷ്ട്രീയമായി അതിനകത്തൊരു സൗമ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്രയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ അദ്ദേഹം ഒരു എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആവേശത്തള്ളലിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ടാണ്, സംസാരിക്കുന്ന ഒരു നേതാവായിട്ടാണ് കണ്ടത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാളെ പറയുന്നത്, ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയും. അത് ഒരിക്കലും ഒരു നേതാവിന് യോജിച്ചതല്ല എന്ന് വേണം കണക്കാക്കാൻ. പ്രത്യേകിച്ച് സുരേന്ദ്രന്റെ ആൾക്കാർ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സാമുദായിക ചേരിതിരിവും BJPക്ക് അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ BJP അധ്യക്ഷനെ പ്രതികൂലിച്ചുകൊണ്ട് ആളുകൾ മുൻപോട്ട് വരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇനി എങ്ങനെ BJPക്ക് അകത്ത് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാനാണ് സാധ്യത? ശബരിമല വിഷയം ഇനിയും തീ കത്തിച്ച് ചൂടാക്കി പൊതു രാഷ്ട്രീയം വിഷയമായിട്ട് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഉറച്ചു തന്നെയാണ്. അന്നും ഇന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ഒരു ഉറച്ച നിലപാട് തന്നെയാണ്. ഗവൺമെന്റ് ഒരു സ്ത്രീയെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ്
അക്ഷരം പ്രതി നടപ്പിലാക്കുകയും വേണം. അപ്പോൾ ഇത് കേട്ടിട്ട്, ഈ നിലപാട് കേട്ടിട്ട് ആവേശത്തോടു കൂടി ചാടി ഇറങ്ങിയത് ശ്രീധരൻപിള്ളയും കൂട്ടരുമാണ്. ഇത് സുവർണ അവസരമാണ് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീധരൻപിള്ളയും ആൾക്കാരും മല കയറാൻ പോയത്. ഇപ്പോൾ മല ഇറങ്ങുന്നത് ഒരു കാര്യവും നേടിയിട്ടല്ല. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി ഉത്തരവ് അതേപോലെ നിലനിൽക്കുന്നു. അപ്പോൾ മുരളീധരൻ ചോദിക്കുന്ന ചോദ്യം, BJP നേതൃത്വം എന്തിന് ഇപ്പോൾ മലയിറങ്ങുന്നു, സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. BJPക്ക് അകത്ത് ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളുടെ ഈ അവസരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും കുട്ടനിലേക്ക്. കുട്ടൻ, ഇപ്പോൾ കാര്യങ്ങൾ ഇത്തരത്തിൽ തമ്മിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. തമ്മിലുള്ള ഭിന്നിപ്പ് രൂക്ഷമാകുന്നു. അത് ഇനി അങ്ങോട്ടുള്ള സെക്രട്ടേറിയറ്റ് സമരത്തിലും പ്രതിഫലിക്കും എന്ന് തന്നെ വേണ്ടേ കരുതാൻ? കുട്ടൻ കേൾക്കാമോ? പ്രിയ, BJPക്കകത്ത് വളരെ കാലങ്ങളായുള്ള തർക്കങ്ങൾ, വളരെ രൂക്ഷമായിരുന്നുള്ള അഭിപ്രായ ഭിന്നതകൾ പല ഘട്ടങ്ങളിലും ഉടലെടുത്തിരുന്നു. B. മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റാകുമ്പോൾ PK കൃഷ്ണദാസിന്റെയും MT രമേശിന്റെയും നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം ശക്തമായിട്ട് നിലകൊണ്ടു. അതിനുശേഷം കുമ്മനം പ്രസിഡന്റായി വന്നപ്പോൾ B. മുരളീധരന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം റിബലായി വരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിചാരിതമായി ശ്രീധരൻപിള്ള, K. സുരേന്ദ്രനൊക്കെ പേരാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേട്ടിരുന്നെങ്കിലും ശ്രീധരൻപിള്ള കേന്ദ്ര നേതൃത്വത്തിന്റെയും RSSന്റെയും പിന്തുണയോടുകൂടി സംസ്ഥാന പ്രസിഡന്റായി വന്നു. അതിനുശേഷവും ശ്രീധരൻപിള്ളയെ അംഗീകരിക്കാനോ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അനുകൂലിച്ചു പോകുവാനോ സുരേന്ദ്രനും B. മുരളീധരനും ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് ശബരിമല വിഷയം വന്നത്. അപ്പോഴും രണ്ട് നേതാക്കളും രണ്ട് വിഭാഗവും രണ്ട് തട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായ താക്കീത് രണ്ട് വിഭാഗങ്ങൾക്കും നൽകിയതിനു ശേഷമാണ് പുറമേക്കെങ്കിലും രണ്ട് നേതൃത്വവും രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ചു പോകാൻ തയ്യാറായത്. പക്ഷെ അതൊക്കെ പുറമേയുള്ള വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് എന്ന് തെളിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. B. മുരളീധരൻ അതിശക്തമായ നിലപാട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കാരണവശാലും ഒത്തുതീർപ്പ് സമരത്തെ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ, ഇത്തരത്തിൽ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് BJPയുടെ ആത്മാഭിമാനമുള്ള ഒരു BJP പ്രവർത്തകനും അംഗീകരിക്കില്ല എന്നുള്ളത് PS ശ്രീധരൻപിള്ളക്ക് നൽകിയ വളരെ കൃത്യമായ മുന്നറിയിപ്പാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ശ്രീധരൻപിള്ളയോട് തന്നെ ചോദിക്കണമെന്നും മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമായിട്ടുള്ള വാർത്ത, കോഴിക്കോട് കോടതിയിൽ സുരേന്ദ്രനെ ഹാജരാക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിൽ സുരേന്ദ്രനെ കാണുന്നതിന് വേണ്ടി ശ്രീധരൻപിള്ള ഇവിടെ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. സുരേന്ദ്രനെ പിന്തുണക്കുന്നില്ല, ശ്രീധരൻപിള്ള പിന്തുണക്കുന്നില്ല എന്ന ആരോപണം വളരെ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീധരൻപിള്ള ഇപ്പോൾ സുരേന്ദ്രനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ തന്നെയാണ് വന്നതെന്നാണ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതും. ഏതായാലും ഇതൊക്കെ പുറമേയുള്ള ഒത്തുതീർപ്പ് സംവിധാനങ്ങൾ മാത്രമാണ്. ഇന്ന് വൈകിട്ടത്തെ യോഗത്തിലേക്കാണ് ആകാംക്ഷയോടെ നമ്മൾ നോക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന നേതൃയോഗം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വേദിയായി മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയ, ശബരിമല വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ നിലപാടിൽ BJPയിൽ പൊട്ടിത്തെറി. ആത്മാഭിമാനമുള്ള ഒരു BJPക്കാരനും ഒത്തുതീർപ്പ് അംഗീകരിക്കാനാകില്ലെന്ന് V. മുരളീധരൻ പ്രതികരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് PV കുട്ടൻ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ആ വാർത്തയിലേക്ക് വരാം. 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 39 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തൃശൂർ പറപ്പുക്കരയിൽ BJP സീറ്റ് LDF പിടിച്ചെടുത്തു. വിവിധ ജില്ലകളിൽ ലഭിച്ചവയിൽ LDFനാണ് മേൽക്കൈ. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എങ്ങനെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് 14 ജില്ലകളിലെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിന്റെ ഫലം വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ ഫലങ്ങളും പുറത്തുവരും. 139 സ്ഥാനാർത്ഥികളാണ് ആകെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് LDFന് മുൻതൂക്കം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ ജില്ലയിലാണ് 5 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ 5ഇടത്തും LDFന് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. തൃശൂർ പറപ്പൂക്കര പഞ്ചായത്തിലെ BJPയുടെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. 161 വോട്ടുകൾക്കാണ് BJPയുടെ സീറ്റ് LDF പിടിച്ചെടുത്തത്. 161 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് BJPയുടെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തത്. വള്ളത്തോൾ നഗർ വാർഡിൽ 343 വോട്ടുകൾക്കും ചേലക്കര പഞ്ചായത്തിൽ 126 വോട്ടുകൾക്കുമാണ് LDF വിജയിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭ ബംഗ്ലാവ് വാർഡ് LDF വിജയിച്ചു.
കടവല്ലൂർ പഞ്ചായത്തിലെ 5ാം വാർഡും LDF വിജയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭ കിണവൂർ വാർഡ് UDF നിലനിർത്തി 733 വോട്ടുകൾക്കാണ് ഇവിടെ UDF വിജയിച്ചത്. LDF 2ാം സ്ഥാനത്ത് എത്തി. എറണാകുളത്ത് കോട്ടുവള്ളി പഞ്ചായത്തിൽ 22ാം വാർഡ് LDF വിജയിച്ചു. UDF സിറ്റിംഗ് സീറ്റാണ് LDF പിടിച്ചെടുത്തത്. വടക്കേക്കര പഞ്ചായത്തിലെ 9ാം വാർഡ് LDF വിജയിച്ചു. ഇതും UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. 181 വോട്ടുകൾക്കാണ് LDF ഇവിടെ വിജയിച്ചത്. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ 22ാം വാർഡ് LDF സീറ്റ് നിലനിർത്തുകയുണ്ടായി. മലപ്പുറത്ത് വട്ടംകുളം പഞ്ചായത്തിലെ 19ാം വാർഡ് LDF വിജയിച്ചു. വളഞ്ചേരി നഗരസഭയിലെ 28ാം ഡിവിഷൻ UDF നിലനിർത്തി. കാസർഗോഡ് ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് രണ്ടും LDF വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ചീമേനി പഞ്ചായത്തിലെ ചെറിയാക്കര വാർഡ് CPM LDF 306 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബേഡെടുക്ക പഞ്ചായത്തിലെ ബീബുങ്കാൽ വാർഡ് CPMലെ LDFിലെ സ്ഥാനാർത്ഥി വിജയിച്ചു. 544 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. ഇടുക്കി ജില്ലയിൽ 3 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ UDFന് ഒരു മേൽക്കൈയുണ്ട്. 2 വാർഡുകളിൽ UDF വിജയിച്ചിട്ടുണ്ട്. കൊന്നത്തടി പഞ്ചായത്തിലും അടിമാലി പഞ്ചായത്തിലും. കുടയത്തൂർ പഞ്ചായത്തിൽ സ്വതന്ത്രനാണ് വിജയിച്ചത്. കണ്ണൂരിൽ പന്ന്യന്നൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് LDF വിജയിച്ചു. അഴീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 200-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവും ഉണ്ട്. 1717 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥിയുടെ ലഭിച്ചത്. നടുവിൽ പഞ്ചായത്തിൽ അറക്കൽത്താഴ വാർഡ് UDF നിലനിർത്തി. മാഹി പഞ്ചായത്തിലെ ചാവോക്കുന്ന് 12ാം വാർഡ് UDF നിലനിർത്തുകയുണ്ടായി. കൂടുതൽ ഫലം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നതേയുള്ളൂ. ഇനിയും ഏതാണ്ട് 15ഓളം വാർഡുകളുടെ ഫലം പുറത്തു വരാനുണ്ട്. ആ പശ്ചാത്തലത്തിൽ LDFന് വ്യക്തമായ മേൽക്കൈ ഇതുവരെയുള്ള ഫലം പുറത്തു വന്നതിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ശരി. 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 39 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. ഇടവേള. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് കർഷകർ മാർച്ച്. ഇന്നലെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കർഷകർ പദയാത്രയായി രാംലീല മൈതാനിയിൽ എത്തിച്ചേർന്നു. 210ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സന്തോഷ് സർലിംഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ കർഷക മാർച്ചിനെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. പ്രധാനമായും ആവശ്യമായി ഉയർത്തുന്നത് പാർലമെന്റ് പ്രത്യേകമായി ചേരണം, കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവും കർഷകർ ഉയർത്തി കാണിക്കുന്നു. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നതും ഇവരുടെ ആവശ്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാംലീല മൈതാനിയിലാണ്. ലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ നമുക്ക് ഈ രാംലീല മൈതാനിയിൽ കാണാൻ കഴിയും. ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള കർഷകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ കിസാൻ മുക്തി ബില്ലുകൾ എന്നറിയപ്പെടുന്ന 2 ബില്ലുകൾ പാർലമെന്റിൽ CPIM അവതരിപ്പിച്ചിരുന്നു. ഒന്ന് രാജ്യസഭയിൽ KK രാഗേഷ് MPയും മഹാരാഷ്ട്രയിൽ സുനിൽ ഷെട്ടി MPയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ 2 ബില്ലുകൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതും കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്ന അടക്കമുള്ള ഈ ബില്ലുകൾ സ്വകാര്യ ബില്ലുകളായി അവതരിപ്പിക്കപ്പെട്ടു. പിന്നെ കേന്ദ്ര സർക്കാർ ഇത് തള്ളിക്കളയുകയും ചെയ്തു. ഈ ബില്ലുകൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ചേരണം എന്നതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായ ഒരു താക്കീത് കൂടിയാണ് ഇന്ന് പാർലമെന്റിലേക്ക് നടക്കുന്ന ഈ മാർച്ച്. ശബരിമല വിഷയത്തിൽ ഇന്നും നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തി UDF. സ്പീക്കറുടെ കാഴ്ച മറിച്ച് പോഡിയത്തിന്റെ മുകളിൽ കയറി പ്രതിപക്ഷം മര്യാദയുടെ സീമകൾ ലംഘിക്കുന്നുവെന്ന് സ്പീക്കർ. പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്കു പിരിഞ്ഞു. ഇന്നലെയും ഇതുതന്നെയാണ് സഭയിൽ അരങ്ങേറിയത്. ഒരേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ 3ാം ദിവസമാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുന്നത്, സഭ പ്രക്ഷുബ്ധമാക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്പീക്കർ ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇത് ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ മനഃപൂർവ്വം പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നും നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇന്നും സഭയിൽ പ്രതിപക്ഷം ബഹളം വെക്കുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
പ്രിയ, ഇന്നിപ്പോൾ നിയമസഭ കേവലം 22 മിനിറ്റ് മാത്രമാണ് ചേർന്നത്. കാരണം ആ രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമെന്ന് പറയുന്നത്. ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, പ്രക്ഷോഭം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു UDFന്റെ തീരുമാനം. അതിൻ പ്രകാരം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർന്ന അതേ സമീപനം ഇന്നും സ്വീകരിച്ചത്. ഇന്ന് രാവിലെ ചോദ്യോത്തരവേള 9 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുകയും തങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സ്പീക്കറോട് ഒന്നുകിൽ ഇന്ന് ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ അടിയന്തര പ്രമേയം പരിഗണിക്കും എന്നുള്ള ഉറപ്പ് നൽകണം. ഈ കാര്യമായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ വ്യക്തമാക്കിയത് ചോദ്യോത്തരവേള ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ളൊരു നടപടി അത് സാധിക്കില്ല എന്നുള്ള കാര്യം സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നു. ഇതിന് മറുപടിയായി സ്പീക്കർ വ്യക്തമാക്കിയത് ഒരു മന്ത്രിക്കും സഭാ അംഗത്തിനും MLAക്കും എല്ലാവർക്കും പരസ്പരം വിമർശിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് നിയമസഭയ്ക്കകത്ത് ആ രീതിയിൽ അതിനുള്ള ഒരു അവസരം ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് പ്രതിപക്ഷം അവരുടെ ആവശ്യം അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിൽ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ അതിനുശേഷം സ്പീക്കർ പറയുന്നുണ്ട് അവർക്ക് ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാനുള്ള അവസരം നൽകാമെന്നുള്ളത്. പക്ഷേ അത് ചെവികൊള്ളാൻ പ്രതിപക്ഷം തയ്യാറായില്ല. മറിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും സ്പീക്കറുടെ ഡയസിന് മുകളിൽ വരെ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം, അദ്ദേഹത്തിന്റെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം പലതവണയായി സ്പീക്കർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ചോദ്യോത്തരവേളയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് ആശാസ്യമല്ല, കുറച്ചുകൂടി മര്യാദ പാലിച്ചുകൊണ്ട് പ്രതിപക്ഷം പെരുമാറണം എന്നുള്ള കാര്യം സ്പീക്കർ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ തുടർച്ചയായ 3-ാം ദിനമാണ് ഈ രീതിയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജനങ്ങളുടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം, ഒരു സമയമാണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിക്കണം എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. പക്ഷെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആദ്യം ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുന്നു, തുടർന്ന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും ഉൾപ്പെടെയുള്ളവ റദ്ദാക്കിക്കൊണ്ട് മറ്റ് നടപടികൾ പൂർത്തിയാക്കി സഭ വേഗത്തിൽ പിരിഞ്ഞത്. ഷീജ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേളയാണ് ചോദ്യോത്തരവേള. അതിൽ ആ സമയത്ത് ഇത്തരത്തിൽ ബഹളം വെക്കരുതെന്ന് ഇന്നലെയും സ്പീക്കർ പറഞ്ഞു, ഇന്നും സ്പീക്കർ ആവർത്തിച്ചു. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, പ്രളയത്തിൽപ്പെട്ട കേരളത്തെ രക്ഷിക്കാനെത്തിയ സൈന്യത്തിന് കൂലി ചോദിച്ച കേന്ദ്രത്തിന്റെ ആവശ്യം, അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞിട്ടും ഇത്തരത്തിൽ അതൊന്നും ചെവിക്കൊള്ളാതെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നും നമ്മൾ കണ്ടത്. അതായത് ഈ ഒരു സഭ ഈ പ്രാവശ്യത്തെ സഭ നടക്കുന്ന അത്രയും ദിവസവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് തന്നെയാണോ ഇവരുടെ ആവശ്യം? തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ശബരിമല വിഷയത്തെ രാഷ്ട്രീയപരമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം അവിടെ ഉണ്ടായിരുന്ന സമരങ്ങൾ, ശബരിമലയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP വലിയ ഒരു മേൽക്കൈ നേടിയിരുന്നു എന്നൊരു വിലയിരുത്തലാണ് പ്രധാനമായും UDFനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നിയമസഭയ്ക്കുള്ളിൽ പൂർണ്ണാധിപത്യം തങ്ങൾക്കായിരിക്കണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ രാഷ്ട്രീയപരമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം ആദ്യ ദിവസം ചരമോപചാരം അർപ്പിച്ച് സഭ പിരിയുന്നു. തൊട്ടടുത്ത ദിവസം നിരോധനാജ്ഞ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. പക്ഷേ ഇത് അടിയന്തര പ്രമേയ നോട്ടീസ് ഭരണപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്നും സ്പീക്കർ അതിനുള്ളൊരു അനുമതി നൽകുന്നു, നോട്ടീസ് പരിഗണിക്കുന്നു. ഇതിൽ മുഖ്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ശബരിമലയിലെ നിലവിലുള്ള അവസ്ഥ, ഒപ്പം തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ VS ശിവകുമാറും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ സമയം ക്രമം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് അവർക്കും സംസാരിക്കാൻ അവസരം നൽകിയത്. ഇത് തന്നെയാണ് സ്പീക്കർ ഇന്നും ചൂണ്ടിക്കാട്ടിയത്. കാരണം വിശദമായി തന്നെ ഇതിൽ ഒരു ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പുതുതായി ഒരു വിഷയം ഇന്നിപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയ 2-ാം ദിനം, അതായത് കഴിഞ്ഞ ദിവസം അവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അത് പരിഗണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് വീണ്ടും അതേ വിഷയം തന്നെ ഉന്നയിക്കുന്നു. ഈ രീതിയിൽ ആവർത്തനമായുള്ള ചോദ്യങ്ങൾ വരരുത് എന്നുള്ളത് മാത്രമാണ് താൻ പറയുന്നതെന്ന് സ്പീക്കർ നിരവധി തവണ പറയുകയും ചെയ്തു. കാരണം ജനകീയമായ വിഷയങ്ങൾ നിരവധിയുണ്ട്. പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ അതൊന്നും സഭ ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ അത്ര അത്യാവശ്യമായുള്ള വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് നിലവിലിപ്പോൾ നിയമസഭ എത്തിയിട്ടുള്ളത്. തുടർന്നും ഈ രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിലിപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്.
മൂന്നാം ദിനവും സഭ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുകയും സഭ പിരിയുകയുമായിരുന്നു. ഇന്ന് ഇതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് കർഷകർ മാർച്ച് നടത്തുന്നു. ഇന്നലെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കർഷകർ പദയാത്രയായി രാംലീല മൈതാനിയിൽ എത്തിച്ചേർന്നു. 210ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സന്തോഷ് സല്ലിംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, ഏത് രീതിയിലാണ് ഇപ്പോൾ സമ്മേളനം പുരോഗമിക്കുന്നത്? മാർച്ചിന്റെ കൂടുതൽ വിവരങ്ങൾ. പ്രിയ, കിസാൻ മുക്തി മാർച്ച് എന്ന് പേരിട്ടിരിക്കുന്ന മാർച്ചിൽ 2 ലക്ഷത്തോളം കർഷകരാണ് അണിനിരക്കുന്നത്. 210ഓളം സംഘടനകൾ ഈ കർഷകരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇതിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാർലമെന്റ് സ്റ്റേറ്റ് മാർച്ചിലാണ്. ഇവിടേക്ക് രാംലീല മൈതാനിയിൽ നിന്ന് അല്പസമയത്തിനകം കർഷകരെത്തും. 10:30 കൂടി രാംലീല മൈതാനിയിൽ നിന്ന് കർഷക മാർച്ച് ആരംഭിച്ചു. ഇവിടെ വച്ചാണ് ഡൽഹി പോലീസ് മാർച്ച് തടയുക. തുടർന്ന് വിവിധ കക്ഷി നേതാക്കൾ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കർഷകരുമായി സംസാരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കർഷകർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കാർഷിക ലോണുകൾ എഴുതി തള്ളുക എന്നതാണ്. കഴിഞ്ഞ 4.5 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ കർഷകരെ ദുരിതത്തിലാക്കി. വിളകൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല. താങ്ങുവില എന്നത് ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. 15,000 പോലും ലോൺ എടുത്തിരിക്കുന്ന കർഷകർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ പാർലമെന്റ് ചർച്ച ചെയ്യണം. കാർഷിക ലോൺ എഴുതിത്തള്ളണം. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കിസാൻ മുക്തി ബില്ല് എന്നീ പേരിൽ അറിയപ്പെടുന്ന 2 ബില്ലുകൾ CPIM പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. രാജ്യസഭയിൽ KK രാഗേഷ് എംപിയും ലോക്സഭയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുനിൽ ഷെട്ടിയും. ഈ 2 ബില്ലുകളും പാർലമെന്റ് ചർച്ചയ്ക്ക് എടുക്കണം എന്നൊരു ആവശ്യവും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേക സമ്മേളനം ഇതിനായി ചേരണം എന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഈ ഡൽഹിയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വിപുലമായ രീതിയിലുള്ള ഒരു കാർഷിക പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെയൊക്കെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ കർഷക പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നു. അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണിത്. ഓൾ ഇന്ത്യ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കിസാൻ മാർച്ച് നടക്കുന്നത്. ഇന്നലെ ഡൽഹിയിലെ 5 ഭാഗങ്ങളിൽ നിന്ന് കർഷകർ പദയാത്രയായി രാംലീല മൈതാനിയിൽ നിന്ന് എത്തിച്ചേർന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർ ഏകദേശം 24 കിലോമീറ്റർ നടന്നാണ് ഡൽഹിയിലെത്തിയത്. അതിനുശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നാകട്ടെ നിസാമുദ്ദീൻ നിന്ന് കേന്ദ്രീകരിച്ചു. അതിനുശേഷം പദയാത്രയായി ഡൽഹിയിലെത്തി. ഇന്നിപ്പോൾ രാവിലെ 10:30 ആരംഭിച്ചിരിക്കുന്ന റാലി പൂർണ്ണമായും ഡൽഹിയെ സ്തംഭിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. വലിയൊരു കർഷക മുന്നേറ്റത്തിനാണ് രാജ്യ തലസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സന്തോഷ്, പ്രധാനമായും ഈ ഒരു കർഷക മാർച്ചിന് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ്? ഒപ്പം തന്നെ ഇവർക്ക് കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന സംഘടനകൾ, നേതാക്കൾ, അതൊക്കെ ആരൊക്കെയാണ്? ഈ ഒരു സമ്മേളനത്തിൽ കൂടുതൽ നേതാക്കൾ ഇന്നെത്തുമോ? തീർച്ചയായും പ്രിയ, 210ഓളം കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി അവർ നേരത്തെ രൂപീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതൊക്കെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കർഷകർ ഇറങ്ങി തിരിച്ചതുപോലും. ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, NDA കക്ഷികളുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലുള്ള കിസാൻ യൂണിറ്റുകൾ പോലും ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നു എന്നതാണ്. ജമ്മുകാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന സംസ്ഥാനങ്ങളുടെ പ്രതിനിധീകരിച്ചുള്ള കർഷകർ എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകർ എത്തിയിരിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടികളുമായിട്ടാണ്. തെലുങ്കാനയിൽ നിന്നുള്ള കർഷക കുടുംബങ്ങളും എത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത കർഷകരുടെ ഫോട്ടോകളുമേറിയാണ് ഈ കുടുംബങ്ങൾ എത്തിയിരിക്കുന്നത്. അത്ര അതിദയനീയമായ ഒരു കാഴ്ച. ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ച കർഷകർ തന്നെ പറയുന്നു, പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നഗ്നരായി പാർലമെന്റിലേക്ക് തങ്ങൾ നടന്നു പോകും എന്ന ഭീഷണി വരെ കർഷകർക്ക് ഉയർത്തേണ്ടി വന്നു. കാരണം കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ളൊരു സംവാദത്തിന് പോലും ഈ കാർഷിക പ്രശ്നങ്ങൾ ഊന്നി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവരെ ഇത്ര വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് പോലും. ഈ ഒരു വിഷയത്തിൽ കർഷകരുടെ ഈ പ്രശ്നങ്ങൾ അതിനകത്തുള്ള നിലപാട് വ്യക്തമാക്കാനും കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ നേതാക്കൾ ഇവിടെ എത്തുന്നതിലൂടെ, ഇവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഈ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രധാനമായും ആ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കുക, അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടുക, ഇതൊക്കെ തന്നെയല്ലേ?
തീർച്ചയായും പ്രിയ, നേഷൻ ഫോർ ഫാർമേഴ്സ് എന്ന പേരിൽ ഒരു മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഇതിലൂടെ രംഗത്തെത്തുകയും ചെയ്തു. ഇന്നലെ പദയാത്ര ഡൽഹിയിൽ കർഷകരുടേത് ആരംഭിച്ചപ്പോൾ മേധാ പട്കരെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പിന്തുണയുമായി രംഗത്തെത്തുകയും മാർച്ചിന്റെ മുൻനിരയിൽ തന്നെ നിൽക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. ഇതുകൂടാതെ വിദ്യാർത്ഥികളുടെ വലിയൊരു കൂട്ടം തന്നെ ഈ കർഷകരോടൊപ്പം എത്തിയിരിക്കുന്നു. രാജ്യം കർഷകരോടൊപ്പം നിൽക്കുക എന്നൊരു ആവശ്യം തന്നെ അവർ ഉയർത്തുകയും ചെയ്തു. കാരണം ഈ അയോധ്യ, ചലോ അയോധ്യ പോലുള്ള വർഗീയ വിഭജന വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത്തരം വിഷയങ്ങളല്ല കേന്ദ്രീകരിക്കേണ്ടത്. പകരം ചെയ്യേണ്ടത് കാർഷിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ്. എത്ര നാൾ കർഷകരെ അവഗണിച്ചൊരു സർക്കാരിന് മുന്നേറാൻ, കർഷകരെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചിട്ട് എത്ര നാൾ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം തന്നെയാണ് ഈ സമരത്തിൽ ഉടനീളം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷം 75 കർഷകർക്കാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കാർഷിക ലോണുകൾ അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോഴും കോർപ്പറേറ്റുകൾക്കും വിജയ് മല്യ പോലുള്ള കോടീശ്വരന്മാർക്കും ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിടാനുള്ള അവസരമുണ്ടാകുന്നു. അപ്പം ഇതിനെതിരെയുള്ള ഒരു വലിയൊരു അസംതൃപ്തി തന്നെ ഈ കാർഷിക മേഖലയിലുണ്ട്. മറ്റൊന്ന്, വിളകൾക്ക് വില കിട്ടുന്നില്ല എന്നതാണ്. ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഈ മേഖലയിൽ വന്നതോടുകൂടി പലപ്പോഴും കൃത്യമായൊരു വില കർഷകർക്ക് കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നാം കണ്ടതാണ്. 1 കിലോ ഉള്ളി 1 രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. മറ്റൊരു പ്രധാന പ്രശ്നം താങ്ങുവില എന്നതാണ്. ഇത് മധ്യപ്രദേശ് കഴിഞ്ഞ വർഷം കർഷകർ ഈ പേരിൽ പ്രക്ഷോഭം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും 5ഓളം കർഷകർക്ക് വെടിവെപ്പ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതായത് താങ്ങുവിലയും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന വിപണി വിലയും ഒക്കെ തമ്മിൽ വലിയ അന്തരം. ഇതിന് കൃത്യമായൊരു വില കർഷകർക്ക് കിട്ടുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കേരളം പലപ്പോഴും ഈ കാർഷിക പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇത്തരം വലിയ നോർത്ത് ഇന്ത്യ അനുഭവിക്കുന്ന പോലെ വലിയ പ്രശ്നങ്ങൾ കേരളം ഒരിക്കലും അഭിമുഖീകരിച്ചില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ലോൺ എടുക്കേണ്ടി വരുന്നത് ഒരു 15,000 രൂപയോ 20,000 രൂപയോ ആയിരിക്കും. അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല കർഷകർക്ക് ഇത്രയേറെ നാൾ കൃഷി ചെയ്തിട്ട്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് കൃഷിയും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഡൽഹിയിലെത്തി ഈ കഴിഞ്ഞ 3 ദിവസമായി ഇത്ര വലിയൊരു പ്രക്ഷോഭത്തിന് കോപ്പ് കൂട്ടേണ്ടി വരുന്നത്. സന്തോഷ്, ഇത്ര വലിയ പ്രക്ഷോഭം കർഷകർ നടത്തുമ്പോഴും ഇത്രയും കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? ഈ കർഷകർ ഉന്നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കേൾക്കാതെ മുൻപോട്ട് തന്നെ പോകുന്ന പഴയ നിലപാടിൽ തന്നെ മുൻപോട്ട് പോവുക, അത് തന്നെയാണോ സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ കർഷകരുടെ പ്രശ്നത്തിൽ ഇപ്പോഴും കാണിക്കുന്ന ഒരു നീക്കം? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇന്നലെ ഈ പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് തന്നെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞൊരു പ്രശ്നം അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ നിലപാടാണ്. നോട്ട് നിരോധനം കാർഷിക മേഖലയെ തകർത്തുവെന്ന് ആദ്യം അഗ്രികൾച്ചർ മിനിസ്ട്രി പാർലമെന്റ് സമിതിക്ക് മുമ്പിൽ സമ്മതിച്ചതാണ്. കാരണം ഈ സീഡ് കോർപ്പറേഷനിൽ തന്നെ സീഡുകൾ വിൽക്കാനാകാതെ ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കുന്നു. 7.8 ബില്യൺ കിൻഡൽ സീഡ്സ് ആണ് കെട്ടിക്കിടക്കുന്നത്. ഇത് ഈ കർഷകർക്ക് അത് വാങ്ങിക്കാനുള്ള പൈസയില്ല. ഒറ്റ രാത്രി കൊണ്ട് പൈസകൾക്ക് വിലയില്ലാതാകുന്നു. കർഷകർ ആകെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടൊരവസ്ഥ. ഇത് ആദ്യം അഗ്രികൾച്ചർ മിനിസ്ട്രി സമ്മതിച്ചെങ്കിൽ പോലും പിന്നീട് കഴിഞ്ഞ ദിവസം മിനിസ്ട്രി അത് തിരുത്തി പറഞ്ഞു കർഷകർക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു മനോഭാവം കാണിക്കുന്ന ഒരു മിനിസ്ട്രി വഴി കേന്ദ്ര സർക്കാരിന് എന്ത് ലഭിക്കും എന്നാണ് തന്നെ ഇന്നലെ ഈ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല പുത്തൻ ഉണർവിലാണ് എന്ന് ബോധ്യപ്പെടുത്തിയേ മതിയാവും. ഇത്തരം പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ അതിലേക്കാണ് കാര്യം. അവർക്കൊരു മുന്നറിയിപ്പ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായും കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് കർഷകർ മാർച്ച് നടത്തുന്നു. ഇന്നലെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കർഷകർ പദയാത്രയായി രാംലീല മൈതാനിയിൽ എത്തിച്ചേർന്നു. 210ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടവേള. സന്നിധാനത്ത് 52കാരെ ആക്രമിച്ച കേസിൽ ബിജെപി നേതാവ് കെ സുരേന്ദ്രന് ജാമ്യമില്ല. പത്തനംതിട്ട കോടതി ജാമ്യം തള്ളി. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, 52കാരിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കെ സുരേന്ദ്രന് ജാമ്യമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ചിത്രാട്ട വിശേഷ പൂജയ്ക്കിടയിലാണ് 52 വയസ്സുള്ള തൃശൂർ സ്വദേശിനിയായ ലളിത രവിയെ പേരക്കരയുടെ ചോറിനായിട്ടിയ ലളിത രവിയെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചത്. ഇതിൽ ഗൂഢാലോചന കുറ്റവും കൂടാതെ വധശ്രമവും ഉൾപ്പെടുത്തിയാണ്
സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ വാദം കേട്ടിരുന്നത്. ഇതിനിടയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് ഡിസംബർ 6 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ 2 തവണ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നെങ്കിലും കോടതി തള്ളുകയായിരുന്നു. ഇത് 3ാം തവണയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ തള്ളുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വീണ്ടും സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടിരുന്നു. അതായത് ജാമ്യാപേക്ഷയിലെ വാദത്തിനിടെ കെ സുരേന്ദ്രന്റെ അഭിഭാഷകനായ രാംകുമാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു വീണ്ടും വാദം ഉണ്ടായിരുന്നത്. വിശദമായ വാദം ഇന്നലെ കേട്ട കോടതി ആണ് ഇന്ന് തീരുമാനമെടുത്തത്. സുരേന്ദ്രന് ജാമ്യം നൽകേണ്ടതില്ല എന്ന് നിലയ്ക്കലും നിരോധനാജ്ഞ ലംഘിക്കുകയും പോലീസിനെ തടസ്സപ്പെടുന്ന കേസിൽ നവംബർ 21-നാണ് സുരേന്ദ്രൻ ജാമ്യം ലഭിക്കുന്നത്. ഈ സമയത്ത് സുരേന്ദ്രനെതിരെ കണ്ണൂർ കേസിൽ പ്രൊട്ടക്ഷൻ വാറന്റ് ഇല്ലായിരുന്നുവെന്നും ഇത് എത്തിക്കാനും സന്നിധാനത്ത് കേസിൽ പ്രതിയാക്കാനുമായി ജയിലിൽ വെച്ചെന്നുമായിരുന്നു കെ സുരേന്ദ്രന് വേണ്ടി ഹാജരായ രാംകുമാർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇത് തെറ്റെന്ന് പോലീസ് കോടതിയിൽ തെളിയിക്കുകയായിരുന്നു. അതായത് ഈ പ്രൊട്ടക്ഷൻ വാറന്റ് കൈപ്പറ്റിയ കൊട്ടാരക്കര സബ് ജയിലിലെ അധികാരി രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇന്നലെ കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോടതി വീണ്ടും വാദം കേട്ടത്. ഈ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതിയെ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു എന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ പ്രകാരമായിരുന്നു ഇപ്പോൾ കെ സുരേന്ദ്രന് ജാമ്യാപേക്ഷ നിരസിച്ചേക്കുന്നത്. ഗീവർഗീസ്, അതായത് ഈ വാറന്റിന്റെ വിഷയത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു കെ സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസ് കോടതിയെ കാണിച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്? ജാമ്യം നിഷേധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കോടതി ഇന്ന് പറഞ്ഞത്? പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേന്ദ്രന്റെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അക്രമശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതായത് തുലാമാസ പൂജകൾക്കിടയിൽ സന്നിധാനത്ത് ആക്രമണം നടന്നു. അതിനുശേഷം നിലയ്ക്കലിൽ ആക്രമണം നടന്നു. അതോടൊപ്പം തന്നെ അന്നും സുരേന്ദ്രന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിത്രാട്ട വിശേഷ പൂജയ്ക്കിടയിൽ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഈ 2 കാലയളവിലും വീഡിയോ ഫുട്ടേജ് അടക്കമുള്ള തെളിവുകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. സുരേന്ദ്രന്റെ പ്രസൻസ് എവിടെയുണ്ടോ അവിടെയൊക്കെ അക്രമശ്രമങ്ങൾ നടക്കുന്നു. നിലയ്ക്കലിൽ എന്താ പറയാ നിയമലംഘനം നടത്തിയതിനും ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സുരേന്ദ്രൻ അറസ്റ്റിലായിരുന്നു. ഇതേ സമയത്ത് ഈ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ നിലവിൽ സുരേന്ദ്രൻ എന്ന വ്യക്തി ഈ അക്രമശ്രമങ്ങളിലെല്ലാം പ്രധാന തലച്ചോറായി പ്രവർത്തിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ പിന്നിലുള്ള സൂത്രധാരൻ സുരേന്ദ്രനാണ് എന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അതിനാൽ ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായത്. ഈ വാദം 2 വാദങ്ങളും കോടതി നിരീക്ഷണ ശേഷമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി നിലപാടെടുത്തത്. സുരേന്ദ്രന് ജാമ്യം നൽകേണ്ടതില്ല എന്ന്. ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിൽ മുൻപോട്ട് പോകാനാണ് സുരേന്ദ്രന്റെ നീക്കം? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഡിസംബർ 6 വരെയാണ് സുരേന്ദ്രന്റെ റിമാൻഡ് കാലാവധി. കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് സുരേന്ദ്രനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു. തനിക്ക് ആരോഗ്യകര കാരണങ്ങളാൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നായിരുന്നു സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടിരുന്നത്. വീണ്ടും ജാമ്യാപേക്ഷ നൽകും. അത് 6-ന് ശേഷമായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വരും കോടതി ഓർഡർ ലഭിച്ചതിന് ശേഷമേ വ്യക്തമാക്കാനാവൂ എന്നാണ് സുരേന്ദ്രന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആരിഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 52കാരി ആക്രമിച്ച കേസിൽ BJP നേതാവ് കെ സുരേന്ദ്രന് ജാമ്യമില്ല. പത്തനംതിട്ട കോടതി ജാമ്യം തള്ളി. ഇതിന്റെ വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. തന്റെ ആശ്രമത്തിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണ് നടത്തിയത്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ പ്രതികളെ കണ്ടെത്താനാകൂ. അതിനാലാണ് അന്വേഷണം നീളുന്നത് എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും 100%. കാരണം അത് അവർ അഷ്വർ ചെയ്തിട്ടുണ്ട്. ഇത് പിടിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് അവർ ചെയ്യും. അത് ഈ പോലീസ് അന്വേഷണത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ പഴയ ഒരു അന്വേഷണ രീതിയല്ല. ഇപ്പോൾ കൂടുതൽ ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ കുറച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുപോവുക, ഇടിക്കുക, അങ്ങനെ പറയിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതിയാണല്ലോ. ഇപ്പോൾ അതല്ല, ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമയമെടുക്കും എന്നുള്ളത് പോലീസ് പറയുമ്പം അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടയാളങ്ങളൊന്നും അത്തരം രേഖകളൊന്നുമില്ല. ആകെയുള്ളത് ഈ റീത്തിൽ എഴുതിയിട്ടുള്ള ഈ PK ഷിബുവിന് ആദരാഞ്ജലി, ഇതൊരു സൂചന മാത്രം എന്ന് പറയുന്ന
ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് സമയമെടുക്കും എന്ന് അവർ പറയുമ്പം നമ്മളതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 39 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തൃശൂർ പറപ്പൂക്കരയിൽ BJP സീറ്റ് LDF പിടിച്ചെടുത്തു. വിവിധ ജില്ലകളിൽ ലഭിച്ചവയിൽ LDFന് മേൽക്കൈയാണ് ഉള്ളത്. 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മിക്ക ഇടങ്ങളിലും മിക്ക വാർഡുകളിലും LDFന് മികച്ച ലീഡ് ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണോ? ഏതെല്ലാം വാർഡുകളുടെ, ഏതെല്ലാം ജില്ലകളിലെ പ്രധാനപ്പെട്ട വാർഡുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? പ്രിയ, 14 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടന്നു. 39 വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. LDFന് വലിയ മുന്നേറ്റമാണ് ഈ 39 വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായ ഫലം പുറത്തുവരും. തൃശൂർ ജില്ലയിൽ 5 സീറ്റിൽ ആണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 5 സീറ്റിലും LDF മികച്ച മുന്നേറ്റം കരസ്ഥമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ 2 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും LDF മികച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തില് BJP സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തിരിക്കുന്നു. 161 വോട്ടുകൾക്കാണ് BJPയിൽ നിന്നും BJPയുടെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. വള്ളത്തോൾ നഗറിൽ 343 വോട്ടുകൾക്ക് LDF വിജയിച്ചു. ചേലക്കരയിൽ 126 വോട്ടുകൾക്കും ഇരിങ്ങാലക്കുട നഗരസഭ ബംഗ്ലാവ് വാർഡിൽ LDF വിജയിച്ചിരിക്കുന്നു. കടവല്ലൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ LDF വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ 2 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും LDF മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെറിയാക്കര വാർഡിൽ CPIMലെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. LDFലെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. 306 വോട്ടുകൾക്കാണ് ഇവിടെ LDF വിജയം കരസ്ഥമാക്കിയത്. ബേഡടുക്ക പഞ്ചായത്തിൽ ബീബുങ്കാൽ വാർഡിൽ 544 വോട്ടുകൾക്കാണ് LDF വിജയം കരസ്ഥമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ പാലേരി വാർഡിൽ LDFന് മികച്ച വിജയമാണ് LDF കരസ്ഥമാക്കിയിരിക്കുന്നത്. LDFന്റെ കിഴക്കേൽ ബാലന് ഇവിടെ 1212 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. പോൾ ചെയ്തതിന്റെ ഏതാണ്ട് 50% വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടെ, അതായത് പാലേരി വാർഡിൽ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ പാലേരി വാർഡിൽ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 500 വോട്ടിന്റെ കുറവാണ് ഇത്തവണ ലഭിച്ചത് എന്ന വസ്തുത കൂടി ഉണ്ട്. 1138 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചത് എങ്കിൽ അത് 700 വോട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന വസ്തുത കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയിൽ കിണബൂർ വാർഡിൽ UDF നിലനിർത്തുകയുണ്ടായി. LDF ഇവിടെ 2-ാം സ്ഥാനത്താണ് LDF ഉള്ളത്. 733 വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ UDFന് നേടാൻ കഴിഞ്ഞു. എറണാകുളം ജില്ലയിലും LDF മികച്ച നേട്ടം കൊയ്തിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കോട്ടുവള്ളി പഞ്ചായത്തിലെ 22-ാം വാർഡ് LDF വിജയിച്ചു. UDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്. വടക്കേക്കര പഞ്ചായത്തിലെ 9-ാം വാർഡ് LDF. ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ PM മനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PM മനോജ്, 14 ജില്ലകളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ച് മിക്ക വാർഡുകളിലും LDFന് മികച്ച ലീഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 സീറ്റുകൾ LDF പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിവാദം തന്നെയായിരുന്നു പ്രധാന പ്രചരണ ആയുധം, വിഷയം എല്ലാ ഈ മുന്നണികൾക്ക്. ഈ ഒരു വിഷയം മുൻനിർത്തിയാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടന്നതും. ഇപ്പോൾ LDFന് മികച്ച ലീഡാണ് മിക്ക വാർഡുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട്
നമ്മളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ കണ്ടതാണ്, മാധ്യമ ചർച്ചകൾ കേട്ടതാണ്. UDF കഴിഞ്ഞ നിയമസഭയുടെ 2 ദിവസത്തെ UDF പ്രകടനം നമ്മൾ കാണുന്നതാണ്. BJP വലിയ തോതിൽ സംഘപരിവാർ ആകെ മുന്നോട്ട് വന്ന് കേരളത്തെ അട്ടിമറിച്ച് കളയാം. കഴിഞ്ഞ ഈ 1925 ശേഷം അവർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിടത്ത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് BJPക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാം എന്ന് കരുതിയ ആളുകളാണ്. അതിന്റെ ഭാഗമായിട്ട് നിരവധി കലാപശ്രമങ്ങൾ നടന്നു, വ്യാജ പ്രചാരണങ്ങൾ നടന്നു. അത് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിശ്വാസി സമൂഹത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനും തങ്ങളാണ് വിശ്വാസികളുടെ പക്ഷം എന്ന് സ്ഥാപിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ. ആ ശ്രമങ്ങളുടെയൊക്കെ മധ്യത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇടതുപക്ഷം ഒരിടത്തും ജയിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, BJP ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യം അത് കൂടുതൽ ശക്തമായി, കൂടുതൽ വിപുലമായി ഏറ്റെടുക്കാനാണ് UDF തയ്യാറായത്. അപ്പോ ഈ വിശ്വാസികൾ UDFനും BJPക്കും അങ്ങ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് 3ാം സ്ഥാനത്തെത്തില്ലേ? പക്ഷെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ 1ാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. അതിനർത്ഥം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ വിഷയങ്ങളിലും CPIM നയിക്കുന്ന, പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയം അത് വളരെ കൃത്യമായിരുന്നു, ഇടപെടൽ കൃത്യമായിരുന്നു. അത് ജനങ്ങൾ ഈ വ്യാജ പ്രചരണങ്ങളെ ആകെ തിരസ്കരിച്ചുകൊണ്ട് ജനങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ന് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒരുപക്ഷെ കേരളത്തിലെ ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDFനായിരുന്നു മുൻതൂക്കം, ഇടതുവിനാണ് മുൻതൂക്കം. അത്തരം മുൻതൂക്കങ്ങളെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുന്നു എന്നാണ് ഇതുവരെ വരുന്ന ഫലങ്ങൾ നൽകുന്ന സൂചന. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, UDFൽ നിന്ന് 2 സീറ്റ് BJP പിടിച്ചിരിക്കുന്നു. അതായത് UDFന്റെ ഒരു നിലപാട് അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതികൂലമായി അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം വ്യക്തമാക്കാൻ. ഇപ്പോൾ BJPക്ക് അവർ നിലനിർത്തിയിരുന്ന സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതാണ് UDFൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കാണ് ആളുകൾ പോകുന്നത്. അത് സാധാരണ ആളുകൾ മാത്രമല്ല, നമുക്കറിയാം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളാണ് രാമൻ നായർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ പ്രമീള ദേവി, അതുപോലുള്ള നിരവധി ആളുകൾ. അതായത് പകൽ കോൺഗ്രസും രാത്രി RSSും എന്ന അവസ്ഥ, ആ അവസ്ഥ മാറ്റി തങ്ങൾ രാത്രിയും പകലും RSS ആണ് എന്ന് കരുതുന്ന കുറെ കോൺഗ്രസുകാർ.